a video that I should have posted ages ago, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഘടിപ്പിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. Good afternoon. Yes, പക്ഷേ time zones are different. My lazy ass woke up very late today. ഇന്ന് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. I have an assignment submission in 3 days, which I have not done anything so far. Nothing to be proud of. So അപ്പം ഞാനിന്ന് ഭയങ്കര പ്ലാനിങ്ങിലായിരുന്നു. I'll wake up early, I'll go to the university, complete it, within afternoon. And now it's afternoon. I've not even touched my laptop. ഞാൻ കുറച്ച് മുമ്പ് ഇൻറ്റേ ഉള്ളൂ. That messed up it is. My God. ഇപ്പോൾ ഇടയായിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങുന്നത്. I don't know why. എനിക്ക് പറയാനായിട്ട് ബോയ് ഫ്രണ്ടില്ല, ഹസ്ബൻഡില്ല, ഒരു തേങ്ങയില്ല, മാങ്ങയില്ല. ബട്ട് സ്റ്റിൽ ഐ എം സ്ലീപ്പിംഗ് ലേറ്റ്. യു നോ വാട്ട് ഐ എം ഡൂയിങ്? ഐ എം വാച്ചിങ് മൂവീസ്. കണ്ട പടങ്ങൾ പിന്നെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുക. ആൻഡ് ദാറ്റ് വാസ് തലപ്പതി വിജയ്സ് മൂവീസ്, ബിക്കോസ് ഐ എം എ ഹാർഡ് കോർ തലപ്പതി ഫാൻ. His last movie is coming in January 2026. No, it's not a promotion, പക്ഷേ ഞാൻ ആ പോസ്റ്റർ കണ്ടതിന് ശേഷം ഐ എം ലൈക്ക്, ഓക്കെ, one last movie. ആൻഡ് ഇന്ന് എനിക്ക് വേറൊരു റീലും കൂടി കിട്ടി. ഐ ടോട്ടലി ഫൊഗോട്ട്. എന്തോ ഒരു റീൽ ആദ്യം എഴുതി കാണിക്കുന്ന. സോ യു വെയിറ്റ് ആൻഡ് ദെൻ ഇറ്റ്സ് ലൈക്ക് ഹാപ്പി ഏപ്രിൽ ഫൂൾസ് ഡേ. ലൈക്ക് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലേ. അപ്പം തൊട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഐ വോണ്ട് പ്രാങ്ക് സമ്മൺ. ഐ ഡോണ്ട് ലൈക്ക് ഗെറ്റിംഗ് പ്രാങ്ക്ഡ്, ബട്ട് ഐ ലൈക്ക് ടു പ്രാങ്ക് പീപ്പിൾ. എന്തൊരു ഹിപ്പോക്രസി ആണല്ലേ. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇറ്റ്സ് ഓക്കെ. എവറിത്തിങ്സ് ഫെയർ ആൻഡ് വെൽ ഫോർ മീ. But I don't know who to prank. I really don't know who to prank. No, I know, but it's just, എന്ത് പറഞ്ഞ് പ്രാങ്ക് ചെയ്യും. ഇവർക്കും ഒരു ബോധം ഉണ്ടാവില്ലേ ഏപ്രിൽ 1 അത് തോന്നിക്കാത്ത രീതിയിലുള്ളൊരു പ്രാങ്ക് ആയിരിക്കണം. സംതിങ് ദാറ്റ് വുഡ് ഹിറ്റ് ദം. അവർ റിയലൈസ് ചെയ്യരുത്, ഓക്കെ, ദിസ് ഇസ് സംതിങ് ഓഫ് എൻ ഏപ്രിൽ ഫൂൾസ്. സോ ഞാനത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താണെന്ന്. ആൻഡ് ഈ ദിവസം തീരുന്നതിന് മുമ്പ് ഓൾറെഡി ഇറ്റ്സ് ആഫ്റ്റർനൂൺ. വേറെ ദിവസം ഗോഡ്, സോ ലേസി, ഐ ഡിഡ്ന്റ് വേക്ക് അപ്പ് ആൻഡ് ഐ ടോട്ടലി ഫൊഗോട്ട് അബൌട്ട് ദിസ് ഏപ്രിൽ 1. ലൈക്ക് സൈഡ് എനിക്ക് അസൈൻമെൻറ്റും സബ്മിഷനും ഒക്കെ ഉള്ളതാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവിടെ ഐം ലീസ്റ്റ് ബോതർഡ് അബൌട്ട് ദാറ്റ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ. സോ ഐം പ്ലാനിങ് ടു ഗോ ടു ദ യൂണിവേഴ്സിറ്റി. പ്രാങ്ക് നടന്നില്ലെങ്കിൽ ഐ ജസ്റ്റ് ഗിവ് എ സിമ്പിൾ സ്മോൾ വ്ലോഗ്. അതല്ലെങ്കിൽ ഐ എം ലിറ്ററലി തിങ്കിങ്, ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് തിങ്കിങ്, ഞാൻ എന്ത് പറഞ്ഞ് അവരെ പ്രാങ്ക് ചെയ്യണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഫീൽ ലൈക്ക് എ പ്രാങ്ക്. അത് റിയൽ ആയിരിക്കണം. ഐ ലൈക്ക് എൻ്റെ എല്ലാ ഇമോഷനും കാര്യങ്ങളൊക്കെ പുറത്തിട്ട് പറ്റിക്കാൻ ഞാൻ റെഡിയാണ്. ബട്ട് എന്ത് പറഞ്ഞാണ് ക്ലീഷേ സ്റ്റഫ് പറഞ്ഞവർക്ക് അപ്പോഴേ അവർ പറയും, എടി ഇത് പ്രാങ്ക് വല്ലതാണോ എന്ന് ചോദിക്കും. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോകും. സോ ഐ റിയലി ഡോണ്ട് വാണ്ട് ടു മെസ് ഇറ്റ് അപ്പ്. എനിവേസ്, ലെറ്റ്സ് ഗെറ്റ് റെഡി ആൻഡ് ദെൻ ഗോ ടു ദി യൂണിവേഴ്സിറ്റി. ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ബ്രില്യൻ്റ് ഐഡിയാസ് വന്നാൽ ഈ ദിവസം തീരുന്നതിന് മുമ്പെങ്കിലും എനിക്കൊന്ന് പറ്റിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഏപ്രിൽ 2 വരെ നമ്മൾ ഏപ്രിൽ ഫൂൾസ് ഡേ ആഘോഷിക്കുന്നതായിരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന വൈകുന്നേരം വരെ ഞാനിവിടെ ഉണ്ടാവും. ഈ ദിവസവും കടന്നു പോകും. ലൈക്ക് സെഡ് ദർ ആർ ലൈക്ക് ഡിഫറെൻറ്റ് ടൈം സോൺസ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വേറെ സ്ഥലത്താണ്. സോ ഐ ഹാവ് ടു പ്രാങ്ക്. പാരൻസിനെ പ്രാങ്ക് ചെയ്യണ്ട, അവർക്ക് പെട്ടെന്ന് പേടി കയറും. വേറൊരു ഫോറിൻ കൺട്രിയും കൂടി ആയതുകൊണ്ട് ചിലപ്പോൾ അമ്മയ്ക്കൊക്കെ ഹാർട്ട് അറ്റാക്ക് വരെ വരും. സോ അവരെ ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന ഒഴിവാക്കാൻ. സിബ്ലിങ്സ് അവരൊരു ചോയ്സാണ്. പിന്നെ ഫ്രണ്ട്സാണ് ഏറ്റവും നല്ലൊരു ഒരു ഓപ്ഷൻ, സേഫർ ഓപ്ഷൻ. പിന്നെ തെറി വിളിക്കുക, അങ്ങനെ ചീത്ത പറയുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളൂന്നുള്ളൂ. പക്ഷെ ഉണ്ടാവും. സിബ്ലിങ്സ് വേറെ ലെവലായിരിക്കും. ചിലപ്പോൾ വേറെ കുറേ സോഴ്സും കട്ടാവും. സോ നോട്ട് ടേക്കിംഗ് ദാറ്റ് റിസ്ക്. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ തന്നെ പ്രാങ്ക് ആക്കാം.
My biological name is Michael Elias Jackson Elias Vikram Elias. എടീ ഞാൻ വീട്ടിലെത്തിയിട്ട് മെസ്സേജ് അയക്കട്ടെ. വണ്ടിയിലിരുന്ന് ഫോൺ നോക്കി ഛർദ്ദിക്കാൻ വരും. ഓക്കെ ബൈ, ഞാനൊക്കെ വായിക്കാട്ടാ. അത് ആളായിട്ട് സംസാരിക്കണമെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ ഇതാണല്ലോ, ഈ ആളായിട്ട് സംസാരിക്കണം. ചെറുപ്പം നീ ആൾക്ക് സ്വഭാവം അറിയുന്നുണ്ടോ? നീയായിട്ട് മനസ്സിലാവോ അങ്ങനെയൊക്കെ അറിയുന്നത്? നാട്ടിലുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ അത് ഞാൻ പോസ്റ്റ് ആക്കാം. ഞാൻ അവിടെ എൻ്റെ ദൈവമേ ഐ എം പ്ലാനിങ് ടു എക്സ്റ്റെൻഡ് ടു ദ സെക്കൻഡ് ഡേ ആസ് വെൽ ബിക്കോസ് ദേ ആർ ക്ലെവർ. എന്നെ പോലെ കേട്ടോ, അവർ നല്ല നല്ല ആൾക്കാരാണ്. അവർ പെട്ടെന്ന് ക്ലിക്കാവും. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ ഇഫ് ദേ ആർ പ്ലേയിങ് അലോങ്. ബട്ട് ഇഫ് ദർ ഐ എം ഹാപ്പി. Why am I excited for this shit? I'm literally pranking my friends with the same cliche thing of marriage. പക്ഷെ വിശ്വസിപ്പിക്കുന്ന രീതിയിലുള്ള തരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഐ ഗൂഗിൾഡ് ആൻഡ് ഐ ഗോട്ട് എ ഗൈസ് ഫോട്ടോ ആൻഡ് ഐ ഹോപ്പ് ദേ വോണ്ട് ഗൂഗിൾ ഇറ്റ്. ഒരു പേര് ഒപ്പിച്ചു, ഒരു കഥ ഒപ്പിച്ചു. ഇനി അത് സ്റ്റാർട്ടിങ് കുഴപ്പമില്ല, ഇനി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകലാണ്. അപ്പം ഫ്ലാറ്റുള്ളവരെ പറ്റിക്കാന്ന് വെച്ചാൽ എന്നെ അവർ ഓൾറെഡി അത് കണ്ടു. സോ ഐ ഡോണ്ട് തിങ്ക് കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നാട്ടിലുള്ളവരെ ഈ കൺട്രിയിൽ ഇല്ലാത്തവരെ തന്നെ പറ്റിക്കാത്ത രീതിയിൽ ഒരുവിധമൊക്കെ ഞാൻ കടത്തരൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് സീ.
ദൈവമേ ഇതോടെ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി സത്യം ഇനി വാതറുത് അല്ലെങ്കിൽ എനിക്ക് സത്യമായിട്ടൊരു കല്യാണാലോചന വന്നിട്ടെന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല, വരയില്ല. അയ്യോ. ബട്ട് നോ, ഇറ്റ്സ് ഗോയിങ് റിയലി വെൽ. ഐ ഹോപ്പ് ദേ ബിലീവ്ഡ്. പക്ഷെ കൺവിൻസ് ചെയ്യുന്ന രീതിയിലൊക്കെ ആയിട്ടാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഫോട്ടോയും കൂടി ഇറക്കിയപ്പോൾ അവർ വിശ്വസിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ദേ ആർ വെരി ക്ലെവർ. അങ്ങനത്തെ അപ്പൂപ്പൊന്നും അല്ല. കൂട്ടത്തിൽ ചിലപ്പോൾ ഞാനായിരിക്കും പൊട്ടി. അവർക്ക് നല്ല തലയ്ക്കകത്ത് ഇച്ചിരി ആൾതാമസമുണ്ട്. പക്ഷേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഐ എം ലിറ്ററലി റെക്കോർഡിങ് എവറിത്തിങ് ആൻഡ് ഐ വിൽ. ആ ചെറുക്കൻ്റെ ഫോട്ടോ, ആ ചെറുക്കൻ ആരാതുപോലും എനിക്ക് അറിഞ്ഞൂടാ. ഗൂഗിൾ ചെയ്തു and I got the man. Malayali boys. How lame. Malayali boys എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഐ സോ ദ ഫസ്റ്റ് ഫോട്ടോ, ഐ ടുക്ക് ഇറ്റ്. കണ്ടിട്ടൊരു മലയാള തനിമ കുഴപ്പമില്ല, കാണാൻ വിശ്വസിക്കും. കാരണം ഒത്തിരി എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അപ്പോൾ ക്ലിക്കാവും. അപ്പോൾ പെട്ടെന്ന് ക്ലേ എന്ന് പറഞ്ഞ് വിചാരിക്കും. എനിക്ക് ഇടിയുന്നാട്ടെ എന്നെ പെറ്റ് നെയിം അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കും. സോ ഐ ടുക്ക് എ ഫോട്ടോ. കണ്ടിട്ട് കുഴപ്പമില്ല, പെട്ടെന്ന് പറ്റിക്കപ്പെടും അങ്ങനെ. സോ ഐ അപ്ഡേറ്റ് യു ഗൈസ്. യെസ്, പോയിട്ടില്ല, ഇപ്പോഴും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. ഐ ഡോണ്ട് നോ വൈ ഐ എം വെയിറ്റിംഗ്. എനിക്ക് തീരെ സമയമില്ല, പക്ഷെ എന്തോ ഈ ലോകത്തുള്ള എല്ലാ സമയം എൻ്റെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പെരുമാറുന്നത്. മൈ ഗോഡ്. ഇന്നർ ലൈനിൽ മാത്രമേ എഴുതുള്ളൂ, വാട്ടർ ലൈനിൽ മാത്രമേ എഴുതാറുള്ളൂ, വേറെ എവിടെയും എഴുതില്ല. ബിക്കോസ് എനിക്കങ്ങനെ മുകളിൽ എഴുതാറില്ല. പിന്നെയാണ് എൻ്റെ ഫ്രണ്ട് അനു, മൈ ബെസ്റ്റ് ഫ്രണ്ട്. കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ അവളാണ് എനിക്ക് എഴുതി തരാറ്. പെർഫെക്റ്റ് ആയിട്ട് എഴുതും. എൻ്റെ അമ്മോ, ഷീ ഹാസ് ലൈക്ക് ദി ബ്യൂട്ടിഫുൾ ഐസ്. നല്ല വലിയ കണ്ണും കൂടിയാണ്. അപ്പോൾ അവളെ എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് എഴുതി തരും. അവളുടെ നോക്കി പഠിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം എഴുതാനറിയാം നല്ല രീതിക്ക്. ഐ ഗെറ്റ് കോംപ്ലിമെൻറ്റ്സ് മോസ്റ്റ്ലി ഫോർ മൈ ഐസ്. അതിൻ്റെ എന്താണ് മൊത്തം ക്രെഡിറ്റ് അനുവിനെ പോവുള്ളൂ. ഷീ ഈസ് ദ വൺ ഹു കൈൻഡ് ഓഫ് ടോട്ട് മീ. അവർ തന്നെ പറഞ്ഞു, നീ അങ്ങനെ അടി കൂടെയൊക്കെ എഴുത്, പക്ഷെ മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭംഗി അങ്ങനെയെന്നൊക്കെ. അപ്പോൾ എൻ്റെ ഗുരു ആ കാര്യത്തിൽ അനുവാണ്. ബട്ട് ഗോയിങ് എ ബിറ്റ് ബോൾഡ്, റെഡ് ലിപ്സ്റ്റിക്. യൂഷ്വലി റെഡ് ലിപ്സ്റ്റിക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാറില്ല, ബിക്കോസ് ഐ എം നോട്ട് കോൺഫിഡൻറ്റ്. ഞാൻ ബ്ലെൻഡ് ചെയ്യാം എൻ്റെ വേറെ എന്തെങ്കിലും ലൈറ്റ് ലിപ്സ്റ്റിക്കും കൂടി ചെയ്ത് ദെൻ ഇറ്റ് ബിക്കംസ് എ ബെറ്റർ ഷെയ്ഡ്. ബെറ്റർ ഷെയ്ഡ് ഇൻ ദ സെൻസ് ലൈക്ക് ഇത്ര ബോൾഡ് ആയിരിക്കില്ല, ബട്ട് ഐ എം ടേക്കിംഗ് ദാറ്റ് സ്റ്റെപ്പ്. പോളി കെട്ടുമ്പോഴുള്ളൊരു പ്രശ്നം, സംതിങ് ഐ ഫൈൻഡ് റിയലി വെരി ഇറിറ്റേറ്റിംഗ് ഇസ് ദിസ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് യു സീ ദ ബേബി ഹെയർസ്. എക്സാക്ട്ലി, യു ക്യാൻ സീ ദ ബേബി ഹെയർസ്. എല്ലാം സെറ്റാക്കി സിറം തേച്ചൊക്കെ വെച്ചാലും അത് മാത്രം പപ്പരപ്പാന്നും പറഞ്ഞ് നിൽക്കും. ഇറിറ്റേറ്റ്സ് മീ ലൈക്ക് സംതിങ്. ബട്ട് യാ, അസൈൻമെൻറ്റ് ചെയ്യാൻ എത്ര മേക്കപ്പ് ഒക്കെ വേണോ ചോദിച്ചാൽ സാറില്ല. അസൈൻമെൻറ്റ് എനിക്കൊരു സ്ട്രെസ് ഫാക്ടറാണ്. എനിക്ക് വല്ലാണ്ട് എന്നെ ടെൻഷനാക്കുന്നു. സോ ഇങ്ങനെയൊക്കെ ഒരുങ്ങി പിടിച്ച് പോകുമ്പോഴാണ് ഒരു റിലീഫ്. ഐ തിങ്ക് റൂമിലുള്ള ഷൂട്ട് ഇത്രയും മതിയാവും. ഐ എം ഗോയിങ് ഔട്ട്. പക്ഷെ എനിക്ക് പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്യാനൊരു മടി. ഐ എം നോട്ട് ഡൺ ദാറ്റ്. സോ ഐ ഡൺ ദാറ്റ്, ബട്ട് എന്തോ ഇവരൊന്നും എന്നെ പിന്നെയും കാണാൻ പോകുന്ന ആൾക്കാരല്ലെന്ന് എനിക്കറിയാം. but it's fine. I'll do. ആക്ച്വലി ഇന്ന് വെതർ നല്ലതാണ്, വലിയ തണുപ്പില്ല. ജാക്കറ്റിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ശരിക്കും ഇല്ല. ബട്ട് ഹിയർ ദ വെദർ ഇസ് റിയലി അൺപ്രെഡിക്റ്റബിൾ. വേറെ എല്ലാവരും പറയും എപ്പോഴും ഒരു ജാക്കറ്റോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വെച്ചോ. ഇപ്പോൾ വെയിൽ കണ്ടിട്ട് ഇതാകണ്ട. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ സ്വഭാവം മാറുന്ന പോലെയായിരിക്കും, വേഗം എല്ലാം മാറും. ശരിയാ, ഓൺ മൈ വേ ടു ദി യൂണിവേഴ്സിറ്റി.
ഓൾ സെറ്റ്. അങ്ങനെ നമ്മളെല്ലാം തയ്യാറെടുപ്പുകളെടുത്ത് വന്നിരിക്കുകയാണ്. പഠിക്കുക എന്നതാണ് ലക്ഷ്യം. അയ്യോ, കറണ്ട് പോയ അല്ല, സോറി, ഓട്ടോമാറ്റിക് ടൈമറാണ്. ആൻഡ് വി ആർ ഗോണ ലേൺ. ടൈം ടു ബി സ്മാർട്ട്. ഞാൻ ഇന്നലെ പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞല്ലോ. ആൻഡ് ഐ ഫൊഗോട്ട് ടു ബ്രേക്ക് ദാറ്റ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എൻ്റെ മാരേജിൻ്റെ കാര്യം പറയും. ഓ സീൻ. അതിൻ്റെ ബാക്കി എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം. ഞാൻ ശരിക്കും എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് എന്താ ഏപ്രിൽ 1 എല്ലാ ദിവസത്തെ പോലെ ഒരു ദിവസമാണ്. പക്ഷേ എനിക്ക് ഓർമ്മ വന്നു, ഭാഗ്യത്തിന് അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് എളുപ്പമായിരുന്നു. ഏതോ ഒരു ചെക്കൻ്റെ ഫോട്ടോ ഗൂഗിൾ ചെയ്ത് കിട്ടി. ഓസ്ട്രേലിയക്കാരനാണ്, ഓസ്ട്രേലിയയിൽ ജോലി, 26 വയസ്സ് എന്ന് പറഞ്ഞ് തട്ടി വിട്ട് അവർ വിശ്വസിക്കുകയും ചെയ്തു. ബിക്കോസ് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈ വർഷം 24 സോ വീട്ടുകാർ നോക്കി തുടങ്ങും. ഇപ്പോഴല്ലെങ്കിലും പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ട് നോക്കി തുടങ്ങും. സോ വിശ്വസിക്കാണ്ടിരിക്കില്ല എന്നൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് നടന്ന്. ഓ മൈ ഗോഡ്. അങ്ങനെ എൻ്റെ ഒരു പ്രാങ്ക് സക്സസ്ഫുള്ളായി. ഐ എം സോ ഹാപ്പി. അവർ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ ശരിക്കും വിശ്വസിച്ച് പോയി. ബിക്കോസ് ആ ഫോട്ടോയും ഗൂഗിളിൽ നിന്ന് കിട്ടിയത് നല്ല ഫോട്ടോ ആയിരുന്നു കേട്ടോ. ആരാ ഏതാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു ചേട്ടൻ, പക്ഷെ കൊള്ളാം. എന്താണ് വിശ്വസിപ്പിക്കാനായിട്ട് ഞാൻ ഡയറക്റ്റ് വിളിക്കുകയും ചെയ്തു. ഇൻ്റർനാഷണൽ കോളും വിളിച്ചു. അപ്പോൾ പിന്നെ വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഐ എം വെരി ഹാപ്പി.
കാരണം ഇത് പണ്ട് സ്കൂളിലൊക്കെ ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു, ഏപ്രിൽ ഫൂൾസ് ഡേ പറ്റിക്കുന്ന പരിപാടിയൊക്കെ. അതിനുശേഷം പിന്നെ എല്ലാ ദിവസവും ആ കൊറോണയും കൂടി കഴിഞ്ഞപ്പോൾ ഏതോ ഒരു ദിവസം എല്ലാ ദിവസവും ഒരുപോലെയൊക്കെ തോന്നും. ഐ എം സോ ഹാപ്പി എൻ്റെ പ്രാങ്ക് സക്സസ്ഫുൾ ആയി. ഇപ്പോഴും വാട്സപ്പിൽ എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പട്ടി ഞങ്ങൾ വിശ്വസിച്ച് പോയെന്നും പറഞ്ഞുകൊണ്ട്. ഇറ്റ്സ് വിക്ടറി, ഐ എം വെരി ഹാപ്പി. പക്ഷേ എൻ്റെ ഹാപ്പിനെസ് മാറ്റി വെച്ചിട്ട് ഐ ഹാവ് ടു ലിറ്ററലി കോൺസെൻട്രേറ്റ് ഓൺ മൈ അസൈൻമെൻറ്റ്. എങ്ങനെയാണ് ഞാൻ ഓഫ് ട്രാക്കായി പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഗോഡ്, ഞാൻ ബാക്കി ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എനിക്ക് കുറേ റെക്കോർഡിങ്സ് ഉണ്ട്, പക്ഷെ ചിലതൊന്നും കിട്ടിയില്ല. ഐ വാസ് ലിറ്ററലി കൺട്രോളിങ് മൈ ലാഫ്റ്റർ, യുനോ. അവരെയൊക്കെ ഡയറക്റ്റ് വിളിച്ചിങ്ങനെ പറയുമ്പോൾ സീരിയസ് ഫേസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചുകൂടെ ഉള്ളാൾ കൊണ്ടുപോകണമായിരുന്നു. ഇരമ്മ അവരിത് കണ്ടാതെ അപ്പോൾ ചീത്ത പറയും. പക്ഷെ പിന്നെ എനിക്ക് എന്തോ പോലെ തോന്നി. അവരെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ അവരെ കുറേ ഇങ്ങനെ ഇട്ട് പറ്റിക്കാന്ന് പറഞ്ഞാൽ അവരും അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ ഭയങ്കര ഇൻവോൾവ് ആവുമായിരുന്നു. എങ്ങനെയാ പരിചയം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പാവം തോന്നി, അതുകൊണ്ട് ഞാൻ വേഗം പൊട്ടിച്ചു. സോറി ഫോർ പോസ്റ്റിംഗ് an April Fool's video this late. പക്ഷേ I felt it's worth posting because I really enjoyed it. It was kind of the first successful April Fool's thing. ഞാൻ ഇതിനു മുമ്പ് പറ്റിക്കാൻ ശ്രമിച്ച ആൾക്കാർ പറ്റിക്കപ്പെടാൻ സമ്മതിച്ചില്ല. അവർ ഫസ്റ്റിൽ എന്നെ കണ്ടുപിടിച്ചു, നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കല്ലേടിന്ന്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ലായിരുന്നു. വെരി ഹാപ്പി. പക്ഷേ ഇപ്പോഴും ടിൽ ദിസ് ഡേറ്റ് അവർ പറയാം, എന്നാലും ഞങ്ങൾ നീ വിശ്വസിപ്പിച്ച് കളതിലൂടെ തെണ്ടി ഇതൊക്കെ. And that's it. Watch out for more videos and hope you enjoyed this.